ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു പ്ലേ ആയിരുന്നു, ലിസൺ ടു ദ മൗണ്ടൻ. അതിലെ 3 സീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു സീൻസ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറയാം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഗ്രാൻഡ് മദർ വരുന്നുണ്ട്, അതുപോലെ നാരായൺ ആ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. പിന്നെ രാമണ്ണ, ശാസ്ത്രി, കണ്ണൻ, ദെൻ രുദ്രപ്പ, സാഗർ, അതുപോലെ ദീക്ഷിത്. ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ എൻട്രി ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഗ്രാൻഡ് മദർ നമുക്ക് കാണിച്ചു തരികയാണ്, ആ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം കാണിച്ചു തരികയാണ്. അതിൽ എന്താണ് സംഭവിച്ചാൽ വലിയൊരു മില്യനർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് വെച്ചാൽ ഒരു പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഈ ഒരു ധർമ്മഗിരിയുടെ മുകളിൽ, ധർമ്മഗിരി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു മലയാണ്, അതിൻ്റെ മേലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി നാളെ തുടങ്ങും എന്നാണ് പറയുന്നത്. പണിക്കാരെല്ലാം വരും. മിസ്റ്റർ സാഗറാണ് അതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചർച്ചയാണ് ആ ഒരു വില്ലേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വില്ലേജിലെ ആളുകൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഹോട്ടൽ ആ ഒരു വില്ലേജിൽ വരുന്നത്. അപ്പോൾ ഈ ധർമ്മഗിരിയുടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട്, 300 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ധർമ്മഗിരിയെ അത്രയും സാക്രഡായിട്ടാണ്, അല്ലെങ്കിൽ ദൈവികമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സാഗർ പറഞ്ഞപ്പോൾ നാരായണനും അതേപോലെ രാമണ്ണയുടെ ഷോപ്പിലിരുന്നിട്ടായിരുന്നു ഈ ഒരു ഡിസ്കഷൻ ആദ്യം നടന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ട്. അവർ ഗ്രാമവാസികളാരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നീട് അവരൊരു ചർച്ച വെക്കുകയാണ്. അപ്പോൾ ഗ്രാമവാസികളൊക്കെ കൂടെ കൂടിയിട്ട് അതിൽ ആ ഒരു ചർച്ചയിൽ ശാസ്ത്രി, അതുപോലെ കണ്ണൻ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. രാമണ്ണ, നാരായണൻ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഈ ഒരു ബിൽഡിങ് ആ ഒരു നാട്ടിൽ വരുന്നതിന്, ആ ഒരു വില്ലേജിൽ വരുന്നതിന് തടയണം എന്നാണ്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, എങ്ങനെ തടയണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു 3 സീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4ാമത്തെ സീനാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സീൻ 1ഉം അതുപോലെ സീൻ 4ഉം സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നടക്കുന്നത്. സീൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റേജാണ് നടക്കുന്നത്. കർട്ടൻ പൊങ്ങുന്നില്ല, സ്റ്റേജിൻ്റെ മുന്നിലായിട്ടാണ് നടക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഈ 4th സീനിൽ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രാൻഡ് മദർ ഹോബിൾസ് ഓൺ ടു സ്റ്റേജ് വിത്ത് നാരായണൻ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ. അപ്പോൾ ഗ്രാൻഡ് മദർ ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരികയാണ്. നാരായണും എവിടെ നിൽക്കുന്നുണ്ട്? ആ ഒരു കർട്ടൻ്റെ ആ ഒരു മുന്നിലായിട്ട്, സ്റ്റേജിൻ്റെ മുന്നിലായിട്ട് ഫ്രണ്ട് വശത്തായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഗ്രാൻഡ് മദർ ടെൽ മീ വാട്ട് ഹാപ്പൻ. അപ്പോൾ ഗ്രാൻഡ് മദർ നാരായണനോട് ചോദിക്കുകയാണ്, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. എന്താ അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ചോദിച്ചറിയണം ആര്? നമ്മുടെ ഗ്രാൻഡ് മദർ. നാരായൺ, the villagers don't want the hotel. We went to Mr. Sagar and explained that not only would our village be ruined by the mountain itself was in danger. They cannot dig a deep foundation on it. നാരായണൻ പറയാണ്, ദ വില്ലേജേഴ്സ് ഡോണ്ട് വാണ്ട് ദ ഹോട്ടൽ. ഈ ഗ്രാമവാസികൾക്ക് അങ്ങനെ ഒരു ഹോട്ടൽ വേണ്ട. വി വെന്റ് ടു മിസ്റ്റർ സാഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് നോട്ട് ഓൺലി വുഡ് അവർ വില്ലേജ് ബി റൂയിൻ ബട്ട് ദ മൗണ്ടൻ ഇറ്റ് സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ. ഞങ്ങൾ മിസ്റ്റർ സാഗറിനെ കോൺട്രാക്ടറെ പോയി കണ്ടിരുന്നു, എന്നിട്ട് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തു. എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഈ ഒരു ഹോട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വില്ലേജിന് മാത്രമല്ല പ്രശ്നം, പിന്നെ എന്തിനും കൂടിയാണ് ആ ഒരു മൗണ്ടൻ. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ശാസ്ത്രി പറഞ്ഞത്, ശാസ്ത്രിയുടെ ഗ്രാൻഡ് ഫാദർ ശാസ്ത്രിയോട് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ആ ഒരു ടെമ്പിളിൻ്റെ 300 വർഷം മുന്നേ ആ ഒരു ടെമ്പിൾ ആ ഒരു ധർമ്മഗിരിയുടെ മുകളിൽ ഉണ്ടാക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അവിടുത്തെ ആ ഒരു എർത്തിന് വലിയ 30 ഫീറ്റിൻ്റെ മുകളിലുള്ള ഒരു ബിൽഡിങ് താങ്ങാനുള്ള ശക്തിയില്ല, അത്രയും സ്ട്രോങ് അല്ല എന്നാണ് അവർ ആ ഒരു ശാസ്ത്രിയുടെ ഗ്രാൻഡ് ഫാദർ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ അത് ശാസ്ത്രി അവിടെ ആ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ആര് പറഞ്ഞു? നാരായണ മിസ്റ്റർ സാഗറിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മൗണ്ടനും ഡേഞ്ചറാണ്, അതുപോലെ വില്ലേജിനും ഡേഞ്ചർ തന്നെയാണ്. ദേ കനോട്ട് ഡിഗ് എ ഡീപ്പ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു മൗണ്ടനിൽ എന്ത് പറ്റില്ല, നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, അടിത്തറ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് നാരായണ മിസ്റ്റർ സാഗറിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് സാഗർ സേ? ഗ്രാൻഡ് മദർ പറയണ, എന്നിട്ട് സാഗർ എന്ത് പറഞ്ഞു?
Narayan. He was annoyed. Do you village bumpkins know more than the engineers and architects from the big cities? He asked. Pauses, then sadly, they are starting work tomorrow. നാരായണ ഗ്രാൻഡ് മദറോട് പറയുകയാണ് ഹി വാസ് അനോയിഡ്. അതിന് അത്ര മൈൻഡ് ചെയ്തിട്ടില്ല, അയാൾ അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. ഡു യു വില്ലേജ് പംകിൻസ് നോ മോർ ദാൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്? മിസ്റ്റർ സാഗർ ഇവരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നല്ല വലിയ സിറ്റീസ് എന്നൊക്കെ പഠിച്ച് വന്നിട്ടുള്ള എൻജിനീയേഴ്സിനേക്കാളും അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനേക്കാളും വലിയ ആൾക്കാരാണ് നിങ്ങൾ ഈ വില്ലേജിൽ കിടക്കുന്ന ആളുകളെന്ന് പറയുന്നു. എന്നിട്ടൊന്ന് നിർത്തി. Pauses, then sadly they are starting work tomorrow. എന്നിട്ട് നാരായണ പറയുന്നത് നിർത്തിയിട്ട് പറയുകയാണ്, എന്ത് ഒന്ന് വിഷമത്തോടു കൂടി പറയുകയാണ്, അവർ നാളെ തന്നെ വർക്ക് തുടങ്ങും. Grandmother sadly, where will they go, the rabbits, the deer and the partridge? Who will listen to their plight? Who will listen to our river, our clean, beautiful, sweet-watered river that will now turn foul with filth? And who will listen to the sorrow of Dharmagiri when it is massacred by roads and burdened with buildings? Noise, the pollution, who? To the audience, you think I am crazy because I care for these things, because I can hear their voices. അപ്പോൾ ഗ്രാൻഡ് മദർ പറയുകയാണ്, വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, വേർ വിൽ ദേ ഗോ ദ റാബിറ്റ്സ്, ദ ഡിയർ ആൻഡ് ദ പാട്രിഡ്സ്? അവരെവിടെ പോകും? ആരാണ്? റാബിറ്റ്സ്, അതുപോലെ ഡിയർ മാനുകൾ, അതേപോലെ മുയലുകൾ, ആൻഡ് ദ പാട്രിഡ്സ് തന്നെയാണ് ചെറിയ പക്ഷികൾ. ദെൻ ഹൂ വിൽ ലിസൺ ടു ദെയർ പ്ലൈറ്റ്? അപ്പോൾ അവരുടെ വിഷമം അവരുടെ ആ ഒരു പ്രശ്നം ആരും എന്താ മനസ്സിലാക്കാത്തത്? ഹൂ വിൽ ലിസൺ ടു അവർ റിവർ, അവർ ക്ലീൻ ബ്യൂട്ടിഫുൾ സ്വീറ്റ് വാട്ടേർഡ് റിവർ ദാറ്റ് വിൽ നൗ ടേൺ ഫോൾ വിത്ത് ഫിൽത്ത്? അപ്പം പിന്നെ ആരും മൃഗങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ആരാണ് നമ്മളുടെ ആ റിവറിനെ ഒന്ന് ശ്രദ്ധിക്കുക? അത്രയും ക്ലീൻ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള, നല്ല സ്വീറ്റ് വാട്ടർ ആയിട്ടുള്ള, നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുള്ള ഈ ഒരു റിവർ എന്തായി മാറും? ഈ ഒരു ഹോട്ടൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ fall with filth, വെച്ചാൽ മലിനീകരിക്കപ്പെടും. ആൻഡ് ഹൂ വിൽ ലിസൺ ടു ദ സോറോ ഓഫ് ധർമ്മഗിരി വെൻ ഇറ്റ് ഈസ് മെസാക്രഡ് ബൈ റോഡ്സ് ആൻഡ് ബർഡൻ വിത്ത് ബിൽഡിങ്സ്? അതുപോലെ നമ്മൾ ധർമ്മഗിരിയുടെ ആ ഒരു സങ്കടം കാണും. എന്താ വെച്ചാൽ ആ ഒരു ധർമ്മഗിരിയിലേക്ക് പോകാനുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പോകാനുള്ള റോഡ് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ധർമ്മഗിരിയിലെ ആ ഒരു മല കയറിയിട്ടാണ് ആ റോഡുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ധർമ്മഗിരിയുടെ സങ്കടം ആരോട് പറയും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആര് കേൾക്കും എന്നാണ് ചോദിക്കുന്നത് ഈ ഗ്രാൻഡ് മദർ. ദ നോയ്സ്, ദ പൊല്യൂഷൻ, ഹോ, അതുപോലെ ആ ശബ്ദം, അതുപോലെ മലിനീകരണം, ഹോ, ആലോചിക്കാൻ കൂടി വയ്യ. ഗ്രാൻഡ് മദർ പറയും, to the audience, you think I am crazy because I care for these things, because I can hear their voices? അപ്പോൾ അത് പറഞ്ഞിട്ട് ഗ്രാൻഡ് മദർ പിന്നെ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് പറയുന്നു, ഓഡിയൻസിനോടായിട്ട് പറയുകയാണ്, യു തിങ്ക് ഐ എം ക്രേസി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഭ്രാന്താണെന്ന്? എന്താ, ഇങ്ങനെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ്, ബിക്കോസ് ഐ ക്യാൻ ഹിയർ ദെയർ വോയിസസ്. എന്താണ്, ഞാൻ ഇവയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? എനിക്ക് അവരുടെ വോയിസ് കേൾക്കാം, അവരുടെ ശബ്ദം കേൾക്കാം. ഡോണ്ട് ബിലീവ് മീ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ബട്ട് ഐ നോ, പക്ഷേ എനിക്കറിയാം എന്ത്, ദ മൗണ്ടൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ദ ആനിമൽസ്, ദേ ഓൾ സ്പീക്ക് ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. പക്ഷേ എനിക്കറിയാം എന്ത്, മൗണ്ടൻസ്, അതുപോലെ റിവേഴ്സ്, മലകളും, അതേപോലെ പുഴകളും, മരങ്ങളും, ട്രീസ് ആൻഡ് ആനിമൽസ് ഇതൊക്കെ നമ്മളെപ്പോലെ തന്നെ, എന്നെയും അതേപോലെ നിങ്ങളെയും പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. If only we listen to them, but the world now is so full of noise. How can anyone hear the softly gurgling stream, or the breeze as it rustles through the leaves, or the flutter of a bird's wings? അപ്പോൾ ഗ്രാൻഡ് മദർ ഈ ആനിമൽസിനും അതേപോലെ റിവർ, മൗണ്ടൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം ഗ്രാൻഡ് മദറിനെ കേൾക്കാമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിലും ഗ്രാൻഡ് മദറിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ ഈ മൗണ്ടൻസും അതേപോലെ റിവേഴ്സും ട്രീസും ആനിമൽസൊക്കെ നമ്മളെപ്പോലെ തന്നെ വെച്ചാൽ ഗ്രാൻഡ് മദറിനെയും അതേപോലെ നമ്മളെപ്പോലെ തന്നെ സംസാരിക്കുന്നതാണ് പറയുന്നത്. ഇഫ് ഓൺലി വി ലിസൺ ടു ദം, അതിനൊക്കെ എന്ത് വേണം, നമ്മൾ ആദ്യമായി ഒന്ന് ശ്രദ്ധിക്കണം. ബട്ട് ദ വേൾഡ് നൗ ഈസ് സോ ഫുൾ ഓഫ് നോയ്സ്. പക്ഷേ എങ്ങനെ ശ്രദ്ധിക്കാനല്ലേ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കാനാണ്? കാരണം ദ വേൾഡ് നൗ ഈസ് സോ ഫുൾ ഓഫ് നോയ്സ്. ഇപ്പോൾ എന്താണ്, നമ്മുടെ ലോകം മൊത്തം ഭയങ്കര സൗണ്ടാണ്. ഹൗ ക്യാൻ എനി വൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗർഗ്ലിംഗ് സ്ട്രീം? അതുകൊണ്ട് തന്നെ ഒരു അരുവി ഒഴുകുന്ന ആ ഒരു സൗണ്ട് നിങ്ങൾക്ക്, ആ കളകള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോ. എങ്ങനെ കേൾക്കാനാ? ഓ ദ ബ്രീസ് ആസ് ഇറ്റ് റെസൽസ് ത്രൂ ദി ലീവ്സ്. അതുപോലെ നമ്മൾ ഇളങ്കാറ്റ് ആ ഒരു ഇലകളിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു സൗണ്ട്, അത് ആര് കേൾക്കാനാ, എങ്ങനെ കേൾക്കാനാ? ഓർ ദ ഫ്ലട്ടർ ഓഫ് എ ബേർഡ്സ് വിങ്സ്. അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ ചിറകടി സൗണ്ട്. ഇതൊന്നും കേൾക്കാൻ ഇപ്പോഴത്തെ ഒരു ജനറേഷന് കഴിയില്ല. കാരണം ഇന്ന് ലോകം മുഴുവൻ സൗണ്ടാണ്, വലിയ വലിയ സൗണ്ടുകളാണ് ഈ ലോകത്ത്. അപ്പോൾ അതൊന്നും കേൾക്കാൻ ആർക്ക് പറ്റുന്നില്ല? ഇപ്പോഴത്തെ ആളുകൾക്ക് പറ്റുന്നില്ല. നാരായൺ, നൗ അജി ഗ്രാൻഡ് മദർ. അപ്പോൾ നാരായൺ പറയാണ്, ഇപ്പോൾ അജി എന്ന് വിളിക്കുന്ന ഗ്രാൻഡ് മദറിനെയാണ് കേട്ടോ, നാരായണൻ്റെ ഗ്രാൻഡ് മദറാണ്. അപ്പോൾ ഗ്രാൻഡ് മദറിനെ നാരായണൻ വിളിക്കുന്ന പേരാണ് അജിയെ. ഡോൺ ഗെറ്റ് അപ്സെറ്റ്, വിഷമിക്കാതിരിക്കൂ. ദെൻ ഗ്രാൻഡ് മദർ പറയാണ്, വൈപ്പിംഗ് ഹർ ഐസ്, ഐ നോ. What has the hotel got to do with me? She turns to her grandson. You know something? This has more to do with the children of our village than anyone else. Tomorrow's world is their world. Possess thinking. You are the school headmaster. You must talk to the children. Find out what they feel about it. Don't put ideas into their heads. Just tell them everything and let them think for themselves. Grandmother തൻ്റെ കണ്ണീര് തുടച്ചിട്ട് പറയുന്നു, നോ, എനിക്കറിയാം. വാട്ട് ഹാസ് ദ ഹോട്ടൽ ഗോ ടു ഡു വിത്ത് മീ? ആ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയ എനിക്കെന്ത് സംഭവിക്കാനോ, എനിക്കറിയാതെ. ഷീ ടേൺസ് ടു ഹെർ ഗ്രാൻഡ്സൺ. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. യു നോ സംതിങ്, നിനക്കറിയാമോ? ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനി വൺ എൽസ്. ഇത് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? നമ്മുടെ വില്ലേജിലുള്ള, നമ്മളുടെ ഗ്രാമത്തിലുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ടുമോറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്. നാളത്തെ ലോകം എന്ന് പറയുന്നത് അവരുടെ ലോകമാണ്. പോസസ് തിങ്കിങ്. എന്നിട്ടൊന്ന് നിർത്തിയെന്ന് ഒന്ന് ചിന്തിച്ചു. യു ആർ ദി സ്കൂൾ ഹെഡ് മാസ്റ്റർ. നാരായണനോട് പറയണ, നീ എന്താണ്, ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നീ എന്ത് ചെയ്യണം? ആ കുട്ടികളോട് സംസാരിക്കണം. ഈ കാര്യത്തെപ്പറ്റി നീ സംസാരിക്കണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. എന്നിട്ട് അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അവർ കണ്ടെത്തട്ടെ. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ഇതിൽ നമ്മുടെ ഒരു ഐഡിയ വെച്ചാൽ നാരായണൻ്റെ ഒരു ഐഡിയ ഒരിക്കലും ആ കുട്ടികൾക്ക് കൊടുക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യണം? ജസ്റ്റ് ടെൽ ദം എവറിത്തിങ് ആൻഡ് ലെറ്റ് ദം തിങ്ക് ഫോർ ദംസെൽസ്. ജസ്റ്റ് ആ ഒരു ഐഡിയ, എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു നമ്മുടെ വില്ലേജിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അവരോട് ചോദിക്കുക. They go off stage to left and re-enter from right. അങ്ങനെ അത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? നാരായണനും ഗ്രാൻഡ് മദറും ഈ സ്റ്റേജിൻ്റെ ആ ലെഫ്റ്റ് ഭാഗത്ത് കൂടെ പോയിട്ട് അടുത്ത റൈറ്റ് സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, ഈ നാരായണൻ കുട്ടികളോട് സംസാരിച്ചു എന്ന രീതിയിൽ അടുത്ത ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ബാക്ക് സ്റ്റേജിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്ന ആ ഒരു സീൻ ഇതിലില്ല. അത് സംസാരിച്ചു എന്ന് അറിയാനാണ് നമ്മൾ ആ ഒരു ഒന്ന് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ആദ്യം അവരെന്ത് ചെയ്തു? ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ് ആൻഡ് റീ എൻ്റർ ഫ്രം റൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് ബാക്ക് സ്റ്റേജിലോട്ട് പോയി, എന്നിട്ട് തിരിച്ചു വന്നു. എങ്ങനെ? റൈറ്റ് സൈഡിൽ കൂടെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ? എന്നിട്ട് ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ? എന്നിട്ട് എന്തായി, കുട്ടികൾ എന്ത് പറഞ്ഞു എന്ന് ഗ്രാൻഡ് മദർ തൻ്റെ
ഗ്രാൻഡ് സണ്ണിനോട് ചോദിക്കുകയാണ്, നാരായണനോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരായണൻ ആൻസർ പറയുന്നുണ്ട്, എന്താണ്, ദേ ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി ഇഫ് ഇറ്റ് വിൽ റൂയിൻ അവർ കൺട്രി സൈഡ്. അപ്പോൾ നാരായണൻ പറയണ കുട്ടികളുടെ അഭിപ്രായം എന്താണ്, നമ്മുടെ ധർമ്മഗിരിയിൽ അങ്ങനെ ഒരു ഹോട്ടൽ അവർക്ക് വേണ്ട, നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ ഒരു ഹോട്ടൽ വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഗ്രാൻഡ് മദർ, ഐ തോട്ട് സോ, എനിക്കൊന്നും തന്നെ തോന്നിയത്. ചിൽഡ്രൻ ആർ വോയ്സ്, അവർ ബുദ്ധിയുള്ളവർ, അവരങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് ആദ്യം തോന്നിയതാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്, എന്താണ്, അധികം വൈകിട്ടില്ല. വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ്, നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം. ഓർ എൽസ് ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്സ് വിൽ സോളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ്. അല്ലെങ്കിലോ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താകും, ഈ ഒരു വലിയ ആളുകൾ, വലിയ പണക്കാരായ ആളുകൾ, അവരുടെ ഹൃദയം ചെറുതായിരിക്കും, സ്മോൾ ഹാർട്ട്സ്, അവരുടെ ഹൃദയം ചെറുതായിരിക്കും. അവരെന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ്, നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രാമം വിഴുങ്ങും ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കും. നാരായണൻ പറയാണ്, Mr. Dixit is arriving tomorrow. They will start laying the foundation. We will stage a peaceful protest and submit a petition. നാരായണൻ പറയണം, മിസ്റ്റർ ദീക്ഷിത് നാളെ വരും, നാളെ അവിടെ ഫൗണ്ടേഷൻ പണി തുടങ്ങുക, തറക്കല്ലിടുന്ന പണി തുടങ്ങുകയാണ്. അപ്പോൾ ദീക്ഷിത് നാളെ വരും എന്നാണ് നാരായണൻ പറയുന്നത്. വി വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശാന്തമായിട്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കണം, പ്രൊട്ടസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ്, സബ്മിറ്റ് എ പെറ്റീഷൻ, ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യണം. ഗ്രാൻഡ് മദർ, ഗുഡ് ലക്ക് സൺ, ഗുഡ് ലക്ക്. അപ്പോൾ ഗ്രാൻഡ് മദർ ഒന്ന് ഉഷാറാക്കി കൊടുക്കണം, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട്. ദെൻ ദേ മൂവ് ഓഫ് സ്റ്റേജ്, എന്നിട്ട് എന്ത് ചെയ്തു, അവർ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് പോയി. അപ്പോൾ ഈ സീനിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ ഒരു സീനും കൂടെ അതിൽ ബാക്കിയുള്ളൂ. അതെന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.